മലപ്പുറം തിരൂരങ്ങാടി കാളംതിരുത്തിയിൽ ബദൽ സ്കൂളിൽ പ്രവേശനോത്സവം വൈകിയതിൽ വീഴ്ച വരുത്തിയ അധ്യാപകരോട് വിശദീകരണം തേടും. അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കും. സ്കൂളിലേക്ക് സ്ഥിരം അധ്യാപകരെ അയക്കാൻ ഡിഇഒ, എഇഒ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ തീരുമാനിച്ചു. സ്കൂൾ LP തലത്തിലേക്ക് ഉയർത്താൻ ശുപാർശ നൽകും. സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, അങ്ങനെ വിട്ടുനിന്ന അധ്യാപകരിൽ നിന്ന് വിശദീകരണം തേടാനുള്ള തീരുമാനമാണ്. നടപടികളിലേക്ക് കടന്നോ? റോഷ്നി, ഏറ്റവും സങ്കടപ്പെടുത്തുന്ന, അതായത് പ്രവേശനോത്സവ ദിവസം ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു തിരൂരങ്ങാടിയിലെ കാളംതുരുത്തിയിൽ നിന്ന് നമ്മൾ കണ്ടത്. ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നതിന് മുമ്പിൽ ഒരുപാട് കുട്ടികളും അവരുടെ രക്ഷിതാക്കളും കാത്തു നിൽക്കുന്ന സ്ഥിതി. അവിടെ അധ്യാപകരെത്താൻ വൈകിയത് കാരണമാണ് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാഞ്ഞത് എന്നുള്ളതായിരുന്നു ആ കുട്ടികളുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നമ്മൾ ഉൾപ്പെടെ നടത്തിയതാണ്. BRCയിൽ നിന്നാണ് ഈ ബദൽ സ്കൂളിലേക്ക് അധ്യാപകരെത്തിയിരുന്നത്. പക്ഷേ അന്ന് എത്താൻ അല്പം വൈകി എന്നുള്ളതാണ് വാസ്തവം. അധ്യാപകർ ഉൾപ്പെടെ അതിൽ നൽകിയിട്ടുള്ള വിശദീകരണം എന്ന് പറയുന്നത് പല ചുമതലകളാണ് തങ്ങൾക്കുള്ളത്. ഓരോ സ്ഥലത്ത് പോയി വേണം തിരിച്ച് ഈ സ്കൂളിലേക്ക് എത്താൻ. അങ്ങനെ എത്താൻ വൈകിയതാണ് എന്നുള്ളത് അവരുടെ ഭാഗത്ത് നിന്ന് വിശദീകരണം നൽകിയിട്ടുള്ളത്. എന്തായാലും 10 കഴിഞ്ഞു, 10:45 കൂടി അവിടെ പ്രവേശനോത്സവമൊക്കെ നടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ BRCയിൽ നിന്ന് വരുന്ന അധ്യാപകർ പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധം യൂത്ത് ലീഗിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് താനൂർ DYSPയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ യോഗം ചേരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിൽ പ്രധാനമായി DEOയും AEOയും പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഈ അധ്യാപകരോട്, വീഴ്ച വരുത്തിയ അധ്യാപകരോട് വിശദീകരണം തേടും. അതിൽ കുറ്റക്കാരാണെന്ന് അവർ കണ്ടെത്തിയാൽ അതിൽ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് യോഗം എടുത്തിരിക്കുന്ന തീരുമാനം. കൂടാതെ ആ സ്കൂളിലേക്ക്, ബദൽ സ്കൂളിലേക്ക് സ്ഥിരമായി BRCയിൽ നിന്ന് അധ്യാപകരെ അയക്കാൻ വേണ്ടിയിട്ട് തീരുമാനമായിട്ടുണ്ട്. ഇനി അധ്യാപകരെത്തുന്നതിൽ വീഴ്ചയുണ്ടാകില്ല എന്നുള്ളതാണ് BRCയുടെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുള്ള ഉറപ്പ് എന്നുള്ളതാണ് ഈ മീറ്റിംഗിൽ പങ്കെടുത്തവരെല്ലാം തന്നെ നൽകിയിട്ടുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഈ യോഗത്തിന് ശേഷം DEO ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. രോഷ്നി.